കർക്കിടകം 30 സന്ധ്യാസമയം. യുദ്ധകാന്ഡം തുടർച്ച. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. വീര കഴിഞ്ഞില ഹോമാമിവാനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാ ദൃഢം. മാരുതാനന്ദനൻ തന്നോടു കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവാൻ. മൃത്യു സമയമടുത്തിതി വന്നിനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ. ഇത്തം വിഭീഷണൻ ചൊന്ന നേരത്തു സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂകിടിനാൻ. പ്രത്യസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിന്ദ്രജിത്തുമത്യർത്ഥം അസ്ത്രങ്ങളെയ്തിടിനാൻ. അപ്പോൾ കഴുത്തിലെടുത്തു മരുൾ സുതനുൽപ്പന്നമോദം കുമാരനെ സാദരം. ലക്ഷ്മണ പാർശ്വേ വിഭീഷണനെ കണ്ടു തൽക്ഷണം ചൊന്നാൻ ദശാനന പുത്രനും. രാക്ഷസ ജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാത് പിതൃവ്യനല്ലോ മമ കേവലം. പുത്രമിത്രാദിവർഗത്തെയൊടുക്കുവാൻ ശത്രുജനത്തിനു ഭൃത്യനായിങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിടിനാൽ എത്രയും നന്നു നന്നെന്നതേ ചൊല്ലാവൂ. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്കു പാർത്തു കണ്ടോളം ഗതിയില്ല നിർണയം. ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം. ശാസ്ത്രജ്ഞനാം നീ കുലത്തെയൊടുക്കുവാൻ ആസ്ഥയാ വേല ചെയ്യുന്നതും അത്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. നന്നു നീയും നിൻ പിതാവും അറിയുക നീ. വംശം മുടിക്കുന്നതിന്നു നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മാനസേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനിന്നു ഞാൻ അംശുമാളി കുലനായകാനുഗ്രഹാൽ. ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കും നേരം മങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും എല്ലാം അതെയ്തു മുറിച്ചു കളഞ്ഞഥ ചൊല്ലിനാനാശു സൗമിത്രി തന്നോടവൻ. 2 ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാരാ വിശേഷിച്ചും. കണ്ടുകൊള്ളുകല്ലാകിലിന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്കു ഭക്ഷണമേകുവൻ. ഇത്തം പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെ ഉടൽ കീറിനാനേറ്റവും. 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം പിന്നെ വിഭീഷണൻ തന്നെയും. 100 ശരമെയ്തു വാനരവീരരും ഏറെ മുറിഞ്ഞു വശം കെട്ടുവാങ്ങിനാർ. തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ശക്രാരിമേനിമേൽ. വൃത്രാരിജിത്തും ശരസഹസ്രേണ സൗമിത്രി കവചം നുറുക്കിയിട്ടിടിനാൻ. രക്താഭിഷിക്ത ശരീരികളായിതു നക്തഞ്ജരനും
സുമിത്രാതനയനും. പാരമടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു, തേരും പൊടിച്ചു കുതിരകളെ കൊന്നു. സാരഥി തന്റെ തലയും മുറിച്ചതിസാരമായൊരു വില്ലും മുറിച്ചിടിനാൻ. മറ്റൊരു ചാപമെടുത്തു കുലച്ചവൻ, അറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ. പിന്നെ മൂലം പെയ്തതും മുറിച്ചിടിനാൻ. മന്നവൻ പങ്ക്തി കണ്ടാത്മജനന്നേരം, ഊറ്റമായൊരു വില്ലും കുഴിയെ കുലച്ചേറ്റമടുത്തു ബാണങ്ങൾ തൂകിടിനാൻ. സത്വരം ലങ്കയിൽ പുക്കുതേരും പൂട്ടി വിദ്രുതം വന്നിതു രാവണപുത്രനും. ആരുമറിഞ്ഞില പോയതും വന്നതും, നാരദൻ താനും പ്രശംസിച്ചിതന്നേരം. ഘോരമായുണ്ടായ സംഗരം കണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാൻ. പണ്ടു ലോകത്തിങ്കൽ ഇങ്ങനെയുള്ള പോരുണ്ടായതില്ലിനിയുണ്ടാകുകയുമില്ല. കണ്ടാലും ഈ ദൃശം വീരപുരുഷന്മാർ ഉണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ. ഇത്തം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു ഭൃശം. വാസരം 3 കഴിഞ്ഞോരനന്തരം, വാസവദൈവതമസ്ത്രം കുമാരനും. ലാഘവം ചേർന്നു കരേണ സന്ധിപ്പിച്ചു, രാഘവൻ തൻ പദാംഭോരുഹം മാനസേ. ചിന്തിച്ചുറപ്പിച്ചയച്ചാനതു ചെന്നു, പങ്ക്തി കണ്ഠാത്മജൻ കണ്ഠവും ഛേദിച്ചു. സിന്ധു ജലത്തിൽ മുഴുകി വിശുദ്ധമായി, അന്തരതൂണിയിൽ വന്നു പുക്കുശരം. ഭൂമിയിൽ വീണിതു രാവണി തന്നുടൽ, ആമയം തീർന്നിതു ലോകത്രയത്തിനും. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ. പുഷ്പങ്ങളും വരീക്ഷിച്ചാരുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ. നേത്രങ്ങളായിരവും വിളങ്ങി തഥാ, ഗോത്രാരിതാനും പ്രസാദിച്ചിതേറ്റവും. താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ താപസന്മാരും ഗഗനചരന്മാരും. ദുന്ദുഭിനാദവും ഘോഷിച്ചിതേറ്റമാനന്ദിച്ചിതാശു വിരിഞ്ചനുമന്നേരം. ശങ്കാവിഹീനം ചെറുഞാണൊലിയിട്ടു, ശംഖും വിളിച്ചുടൻ സിംഹനാദം ചെയ്തു. വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ശരണാംബുജം കൂപ്പിനാൻ. ഗാഢമായ ലിംഗനം ചെയ്തു രാഘവൻ, ഊഢമോദം മുകർന്നിടിനാൻ മൂർധനി. ലക്ഷ്മണനോടു ചിരിച്ചരുളി ചെയ്തു, ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം. രാവണി യുദ്ധേ മരിച്ചതു കാരണം, രാവണൻ താനും മരിച്ചാനറിയുക നീ. ക്രുദ്ധനായി നമ്മോടു യുദ്ധത്തിനായി വരും പുത്രശോകത്താലിനി ദശഗ്രീവനും. ഇത്തമന്യോന്യം പറഞ്ഞിരിക്കും നേരം, പുത്രൻ മരിച്ചതു കേട്ടൊരു രാവണൻ. വീണിതു ഭൂമിയിൽ മോഹം കലർന്നതിക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. ഹാ ഹാ കുമാരമണ്ഡോദരി നന്ദന, ഹാ ഹാ സുകുമാര വീര മനോഹര. മൽക്കർമ്മദോഷങ്ങൾ എന്തു ചൊല്ലാവതും, ദുഃഖമിതെന്നു മറക്കുന്നതുള്ളിൽ ഞാൻ. വിണ്ണവർക്കും ദ്വിജന്മാർക്കും മുനിമാർക്കും ഇന്നു നന്നായുറങ്ങിടുമാറായതു. നമ്മെ
അമ്മയും പേടിയില്ലാർക്കുമിനി മമ ജന്മവും നിഷ്ഫലമായി വന്നിതീശ്വര. പുത്രഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചു മത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ. എന്നുടെ പുത്രൻ മരിച്ചതു ജാനകി തന്നുടെ കാരണമെന്നതു കൊണ്ടു ഞാൻ കൊന്നവൾ തന്നുടെ ചോര കുടിച്ചൊഴിഞ്ഞെന്നുമേ ദുഃഖമടങ്ങുകയില്ലമേ. ഖഡ്ഗവുമോങ്ങി ചിരിച്ചലറിത്തത്ര നിർഗമിച്ചിടിനാൻ ക്രുദ്ധനാം രാവണൻ. സീതയും ദുഷ്ടനാം രാവണനെ കണ്ടു ഭീതയായ എത്രയും വേപധുഗാത്രിയായി. ഹാ രാമ രാമ രാമേതി ജപത്തോടും ആരാമദേശേ വസിക്കും ദശാന്തരേ. ബുദ്ധിമാനായ സുപാർശ്വൻ നയജ്ഞനത്യുത്തമൻ കർപ്പുര സത്തമൻ വൃത്തവാൻ. രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിഹ നിർമ്മലനെന്നു ജഗത്രയ സമ്മതം. താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവതല്ലോർക്കിൽ ഗുഹാനുമനന്ദനും. ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. പൗലസ്ത്യനായ കുബേര സഹോദരൻ ത്രൈലോക്യവന്ദ്യനാം പുണ്യജനാധിപൻ. സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമദേവാധിവാസാത്മാ ജിതേന്ദ്രിയൻ. വേദവിദ്യാവ്രത സ്നാനപരായണൻ ബോധവാൻ ഭാർഗവ ശിഷ്യൻ വിനയവാൻ. എന്നിരിക്കെ ഭവാൻ ഇന്നു യുദ്ധാംഗരെ നന്നു നന്നെത്രയോ ഓർത്തു കൽപ്പിച്ചതും. സ്ത്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തിവർദ്ധനം. രാത്രിഞ്ചരേന്ദ്ര പ്രവര പ്രഭോ മയാ സാധം വിരവോടു പോരിക പോരിനായി. മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നു കളഞ്ഞു നീ. ജാനകി ദേവിയെ പ്രാപിച്ചു കൊള്ളുക മാനസതാപവും ദൂരെ നീക്കിടുക. നീതിമാനായ സുപാർശ്വൻ പറഞ്ഞതു യാതുധാനാധിപൻ കേട്ടു സന്തുഷ്ടനായി. ആസ്ഥാനമണ്ഡപേ ചെന്നിരുന്നെത്രയും ആസ്ഥയാ മന്ത്രികളോടും നിരൂപിച്ചു. ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടിതു പോരിനായി. ചെന്നു രക്ഷോബലം രാമനോടേറ്റളവൊന്നൊഴിയാതെയൊടുക്കിനാൻ രാമനും. മന്നവൻ തന്നോടെതിർത്തിതു രാവണൻ നിന്നു പോർ ചെയ്താനഭേദമായി നിർഭയം. പിന്നെ രഘുത്തമൻ ബാണങ്ങളെയ്തു ഭിന്നമാക്കിയിടിനാൻ രാവണദേഹവും. പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടു വാങ്ങി ദശാനനൻ. പോരുമിനി മമ പോരുമെന്നോർത്തതി ഭീരുവാലങ്കാപുരം പുക്കനന്തരം. ശുക്രനെ ചെന്നു നമസ്കരിച്ചത്രയും ശുഷ്കവദനായി നിന്നു ചൊല്ലിടിനാൻ. അർക്കാത്മജാതിയാം മർക്കടവീരരും അർക്കാന്വയോദ്ഭൂതനാകിയ രാമനും. ഒക്കെയൊരുമിച്ചു വാരിധിയും കടന്നിക്കരെ വന്നു ലങ്കാപുരം പ്രാപിച്ചു. ശക്രാരി മുഖ്യ നിശാചരന്മാരെയും ഒക്കെയൊടുക്കി ഞാൻ ഏകാകിയായിതു. ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായിതു
സൽഗുരു ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ. വിജ്ഞാനിയാകിയ രാവണനാലി ദിവ്യജ്ഞാപിതനായ ശുക്രമഹാമുനി. രാവണനോടുപദേശിച്ചിതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക. ശീഘ്രമൊരു ഗുഹയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരമതി രഹസ്യസ്ഥലേ ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക. വന്നുകൂടും ജയമെന്നാൽ നിനക്കെടോ. വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നാകിൽ അഗ്നികുണ്ഠത്തിങ്കൽ നിന്നു പുറപ്പെടും ബാണതൂണീരചാപാശ്വരധാദികൾ വാനവരാലുമജയ്യനാം പിന്നെ നീ. മന്ത്രം ഗ്രഹിച്ചു കൊൾകെന്നോടു സാദരം അന്തരമെന്നിയെ ഹോമം കഴിക്ക നീ. ശുക്രമുനിയോടു മൂലമന്ത്രം കേട്ടു രക്ഷോഗണാധിപനാകിയ രാവണൻ പന്നഗലോക സമാനമായി തീർത്തിതു തന്നുടെ മന്ദിരം തന്നിൽ ഗുഹാതലം. ദിവ്യമാം ഹവ്യഗവ്യാദിഹോമായ സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ. ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനമകം പുക്കു ശുദ്ധനായി ധ്യാനമുറപ്പിച്ചു തൽഫലം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ. വ്യോമമാർഗത്തോളമുത്ഥിതമായൊരു ഹോമധൂപം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രനു കാട്ടിക്കൊടുത്തേടിനാൻ. ഹോമം തുടങ്ങി ദശാനനൻ മന്നവ. ഹോമം കഴിഞ്ഞു കൂടിയിടുകിലെന്നുമേ നാം അവനോടു തോറ്റിടും മഹാരണേ. ഹോമം മുടക്കുവാനായച്ചിടുക സാമോദമാശു കവികുലവീരരേ. ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ടു മാരുതപുത്രാംഗദാദികളൊക്കവേ 100 കോടി പടയോടും മഹാമതിയിലേറിക്കടന്നങ്ങു രാവണ മന്ദിരം. പുക്കുപുരപാലകന്മാരെയും കൊന്നു മർക്കട വീരരൊരുമിച്ചനാകുലം. വാരണവാജീരഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു തത്ര ദശാസ്യ ഹോമസ്ഥലം. വ്യാജാൽ സരമനിജഗര സംജ്ഞയാ സൂചിച്ചിതു ദശഗ്രീവ ഹോമസ്ഥലം. ഹോമഗുഹാദ്വാരബന്ധന പാഷാണം ആമയഹീനം പൊടിപെടുത്തങ്കദൻ. തത്ര ഗുഹായിലകം പുക്ക നേരത്തു നക്തഞ്ചരേന്ദ്രനെ കാണായിതന്തികേ. മറ്റുള്ളവർകളും അംഗദാനുജ്ഞയാ തെറ്റെന്നു ചെന്നു ഗുഹായിലിറങ്ങിനാർ. കണ്ണു മടച്ചുടൻ ധ്യാനിച്ചിരിക്കും പുണ്യജനാധിപനെ കണ്ടു വാനരർ. താടിച്ചു ഭൃത്യജനങ്ങളെ പീഡിച്ചു കൊൽകയും സംഭാര സഞ്ചയം. കുണ്ഠത്തിലൊക്കെയൊരിക്കലേ ഹോമിച്ചു ഖണ്ഡിച്ചിതു ലഘുമേഖലാജാലവും. രാവണൻ കയ്യിലിരുന്ന മഹാശ്രുവം പാവനി ശീഘ്രം പിടിച്ചു പറിച്ചുടൻ. താടനം ചെയ്താനതു കൊണ്ടു സത്വരം ക്രീഡയാ വാനര ശ്രേഷ്ഠൻ മഹാബലൻ. ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാനേറ്റവും. ധ്യാനത്തിനേതുമിളക്കമുണ്ടായില്ല മാനസേ രാവണനും ജയകാംക്ഷയാ.
മണ്ടോദരിയെ പിടിച്ചു വലിച്ചു തൻ മണ്ഡനമെല്ലാം നുറുക്കിയിട്ടിടിനാൻ. വിശ്രസ്തനീവിയായി കഞ്ചുകഹീനയായി വിത്രസ്തയായി വിലാപം തുടങ്ങിയിടിനാൾ. വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാനെന്തു ദുഷ്കൃതം ചെയ്തതു ദൈവമേ, നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര, മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ. നിന്നുടെ മുമ്പിലിട്ടാശു കബീവരർ എന്നെ തലമുടി ചുറ്റിപ്പിടിപ്പെട്ടു. പാരിലിഴയ്ക്കുന്നതും കണ്ടിരിപ്പതു പോരെ പരിഭവമോർക്കിൽ ജളമതേ. എന്തിനായി കൊണ്ടു നിൻ ധ്യാനവും ഹോമവും അന്തർഗതമിനി എന്തോന്നു ദുർമതേ. ജീവിതാശാത്തെ ബലീയസി മാനസേ, ഹാവിധി വൈഭവമെത്രയും അത്ഭുതം. അർദ്ധം പുരുഷനു ഭാര്യയല്ലോ ഭുവി, ശത്രുക്കൾ വന്നവളെ പിടിച്ചെത്രയും ബദ്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യു ഭവിക്കുന്നതുത്തമമേവനും. നാണവും പത്നിയും വേണ്ടിലിവന്നു തൻ പ്രാണഭയം കൊണ്ടു മൂഢൻ മഹാഖലൻ. ഭാര്യാവിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യമകന്നു തൻ വാളുമായി സത്വരം. അംഗദൻ തന്നോടടുത്താനതു കണ്ടു തുംഗശരീരികളായ കവികളും രാത്രിഞ്ചരേശ്വര പത്നിയെയുമയച്ചാർത്തു വിളിച്ചു പുറത്തു പോന്നിടിനാർ. ഹോമമശേഷം മുടക്കി വയമെന്നു രാമാന്തികെ ചെന്നു കൈതൊഴുതിടിനാർ. മണ്ടോദരിയോടനുസരിച്ചന്നേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനാൻ. നാഥേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിൻ മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം. ഇപ്പോൾ അനുഭവമിത്തരം മാമകം. ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടു നീ, ജ്ഞാനവിനാശനം ശോകമറിക നീ. അജ്ഞാത സംഭവം ശോകമാകുന്നതും അജ്ഞാനജാതമഹങ്കാരമായതും. നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം. ദേഹമൂലം പുത്രധാരാദിബന്ധവും ദേഹിക്കു സംസാരവും അതു കാരണം. ശോകഭയക്രോധലോഭമോഹസ്പൃഹാരാഗഹർഷാദി ജരാമൃത്യുജന്മങ്ങൾ അജ്ഞാനജങ്ങളഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലെ കളക നീ. ജ്ഞാനസ്വരൂപനാത്മാ പരനദ്വയൻ ആനന്ദപൂർണസ്വരൂപനലേവകൻ. ഒന്നിനോടില്ല സംയോഗം അതിനു മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും. ആത്മാനമിങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനി ശോകം കളക നീ വല്ലഭേ. ഞാനിനി ശ്രീരാമ ലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവൻ. അല്ലായിലോ രാമസായകമേറ്റു കൈവല്യവും പ്രാപിപ്പനില്ലൊരു സംശയം. എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നു കളഞ്ഞുടൻ എന്നോടു കൂടവേ. പാവകൻ തങ്ങൾ പതിച്ചു മരിക്ക നീ, ഭാവനയോടുമെന്നാൽ ഗതിയും വരും. വ്യഗ്രിച്ചതു കേട്ടു മണ്ടോദരിയും ദശഗ്രീവനോടു പറഞ്ഞാളതു നേരം.
രാഘവനെ ജയിപ്പാനരുതാർക്കുമേ ലോകത്രയത്തിങ്കലെന്നു ധരിക്ക നീ സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷദൻ നാരായണൻ രാമനായതും ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വൈവസ്വതമനു തന്നെ രക്ഷിച്ചതും രാജീവലോചനൻ മുന്നമൊരു ലക്ഷയോജന വിസ്തൃതമായൊരു കൂർമ്മമായി ക്ഷീരസമുദ്രമഥനകാലേ പുരാ ഘോരമാമന്തരം പൃഷ്ഠേ ധരിച്ചതും പന്നിയാൽ മുന്നം ഹിരണ്യാക്ഷനെ കൊന്നു മന്നിടം തേറ്റമേൽ വച്ചു പൊങ്ങിച്ചതും ഘോരനായോരു ഹിരണ്യകശിപുതൻ മാറിടം കൈനഖം കൊണ്ടു പിളർന്നതും മൂന്നടി മണ്ണു ബലിയോടു യാചിച്ചു മൂലോകവും മൂന്നടിയായി അളന്നതും ക്ഷത്രിയരായി പിറന്നോരസൂരന്മാരെ യുദ്ധേ വധിപ്പതിനായി ജമദഗ്നിതൻ പുത്രനായ രാമനാമത്തെ ധരിച്ചതും പൃഥ്വിപതിയായ രാമനിവൻ തന്നെ മാർത്താണ്ഡവംശേ ദശരഥ പുത്രനായി ധാത്രി സുധാവരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലേ വന്നു പിറന്നതുമെന്നു ധരിക്ക നീ പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യു ഭവിപ്പാനുമായി നീ അവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു വൃഥ നിർലജ്ജനാകയാൽ മൂഢജളപ്രഭോ വൈദേഹിയെ കൊടുത്തിടുക രാമനു സോദരനായി കൊണ്ടു രാജ്യവും നൽകുക രാമൻ കരുണാകരൻ പുനരെത്രയും നാമിനി കാനനം വാഴ്ക തപസ്സിനായി മണ്ഡോദരി വാക്കു കേട്ടൊരു രാവണൻ ചണ്ഡപരാക്രമൻ ചൊന്നാനതു നേരം പുത്രമിത്രാമാത്യ സോദരന്മാരെയും മൃത്യു വരുത്തി ഞാനേകയായി കാനനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലെടോ ഭാവിച്ച വണ്ണം ഭവിക്കയില്ലൊന്നുമേ രാഘവൻ തന്നോട് എതിർത്തു യുദ്ധം ചെയ്തു വൈകുണ്ഠരാജ്യമനുഭവിച്ചിടുവൻ ഇത്തം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പെട്ടു ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ മൂലബലാദികൾ സങ്കരത്തിനു തൽക്കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ ലങ്കാധിപന്നു സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗസേനയും 10 പടനായകന്മാരും ഒന്നിച്ചു 10 കഴുത്തനെ കൂപ്പി പുറപ്പെട്ടാർ വാരിധി പോലെ പരന്നു വരുന്നതു ഭീതി മുഴുത്തു വാങ്ങിയിടുന്നതു കണ്ടു നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ വാനരവീരരെ നിങ്ങളിവരോടു മാനം നടിച്ചു ചെന്നേൽക്കരുതാരുമേ ഞാനിവരോടു പോർ ചെയ്തൊടുക്കിടുവൻ ആനന്ദമുൾക്കൊണ്ടു കണ്ടുകൊള്ളുകെ വരും എന്നരുൾ ചെയ്തു നിശാചര സേനയിൽ ചെന്നു ചാടിയിടിനാനേകനാമീശ്വരൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിടിനാൻ എത്ര നിശാചരരുണ്ടു വന്നേറ്റതിങ്ങത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞിതു സംഗ്രാമഭൂമിയുമെന്തൊരു വൈഭവമന്നേരം എന്നോടു തന്നെ പൊരുന്നിതു രാഘവൻ എന്നു തോന്നി രജനീചരർക്കൊക്കവേ
ദ്വാദശ നാഴിക നേരമൊരു പോലെ യാതുധാനാവലിയോടു രഘുത്തമൻ അസ്ത്രം വരീക്ഷിച്ച നേരമാർക്കും തത്ര ചിത്തെ തിരിച്ചറിയായതില്ലേതുമേ വാസര രാത്രി നിശാചര വാനര മേദിനി വാരിധി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതു മേതുരന്മാരായ രാക്ഷസ വീരരും ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞിതു പോർക്കളം കാളിയും കൂളികളും കബന്ധങ്ങളും കാളനിഷീധിനിയും പിശാചങ്ങളും നായും നരിയും കഴുകുകൾ കാകങ്ങൾ പേയും പെരുത്തു ഭയങ്കരമാം വണ്ണം രാമചാപത്തിൻ മണിതന്നിനാദവും വ്യോമമാർഗേ തുടരെ തുടരെ കേട്ടു ദേവഗന്ധർവയക്ഷോപ്സരോ വൃന്ദവും ദേവമുനീന്ദ്രനാം നാരദരും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാർ ആകാശചാരികൾ ആനന്ദപൂർവകം ദ്വാദശ നാഴിക കൊണ്ടു നിശാചരർ മേദിനി തന്നിൽ വീണിടിനാരൊക്കവേ മേഘത്തിനുള്ളിൽ നിന്നർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായിതന്നേരം ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും വന്ദിച്ചു ചുറ്റും നിറഞ്ഞിതു രാഘവനന്നേരം മർക്കടനായകന്മാരോടരുൾ ചെയ്തിക്കണക്കെ യുദ്ധമാശു ചെയ്തിടുവാൻ നാരായണനും പരമേശനും ഒഴിഞ്ഞാരുമില്ലെന്നു കേൾപ്പുണ്ടു ഞാൻ മുന്നമേ രാക്ഷസ രാജ്യം മുഴുവനതു നേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാർ താതാ സഹോദര നന്ദന വല്ലഭ നാഥ നമുക്കവലംബനമാരയ്യോ വൃദ്ധയായേറ്റം വിരൂപയായുള്ളൊരു നക്തഞ്ചരാധിപ സോദരി രാമനെ ശ്രദ്ധിച്ച കാരണമാപത്തിതൊക്കവേ വർദ്ധിച്ചുവെന്നതു മറ്റില്ല കാരണം ശൂർപ്പണഖയ്ക്കെന്തു കുറ്റമതിൽ പരം പേപ്പരുമാളല്ലയോ ദശകന്ധരൻ ജാനകിയെ കൊതിച്ചാശു കുലം മുടിച്ചാനൊരു മൂഢൻ മഹാപാവി രാവണൻ അർദ്ധപ്രഹാരമാത്രേണ ഖരാദിയെ യുദ്ധേ വധിച്ചതും വൃത്രാരിപുത്രനെ മൃത്യു വരുത്തി വാഴിച്ചു സുഗ്രീവനെ സത്വരം വാനരന്മാരെ അയച്ചതും മാരുതി വന്നിവിടെ ചെയ്ത കർമ്മവും വാരിധിയിൽ ചിറ കെട്ടിക്കടന്നതും കണ്ടിരിക്കെ നന്നു തോന്നുന്നതെത്രയും ഉണ്ടോ വിചാരമാപത്തിങ്കലുണ്ടാവൂ സിദ്ധമല്ലായിൽ വിഭീഷണൻ ചൊല്ലിനാൻ മത്തനായെന്നതും ധിക്കരിച്ചിടിനാൻ ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ സത്യവ്രതൻ മേലിൽ നന്നായി വരുമവൻ നീജനിവൻ കുലമൊക്കെ മുടിപ്പതിനാചരിച്ചാനിതു തന്മരണത്തിനും നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള മധ്യജനത്തെയും എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടു താൻ വല്ലായ്മ ചെയ്തതുമെല്ലാം മറന്നിതോ ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമര്യാദ മടക്കിനാനേറ്റവും നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ചു
കാട്ടിലാക്കി ചമച്ചിടിനാൻ കശ്മലൻ. അർത്ഥമന്യായേന നിത്യമാർജിക്കയും മിത്രജനത്തെ വെറുത്തു ചമയ്ക്കയും ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ അടക്കയും പാരം ഗുരുജനദ്വേഷവുമുണ്ടിവൻ ആരെയുമില്ല കൃപയുമൊരിക്കലും. ഇമ്മഹാപാപി ചെയ്തൊരു കർമ്മത്തിനാൽ നമ്മെയും ദുഃഖിക്കുമാറാക്കിനാണിവൻ. ഇത്തം പുരസ്ത്രീ ജനത്തിൻ വിലാപങ്ങൾ നക്തഞ്ചരാധിപൻ കേട്ടു ദുഃഖാർത്തനായി. ശത്രുക്കളെ കൊന്നൊടുക്കുവാനിന്നിനി യുദ്ധത്തിനാശു പുറപ്പെടുകെങ്കിൽ നാം എന്നതു കേട്ടു വിരൂപാക്ഷനും അതിൻ മുന്നേ സഹോദരനും മഹാപാർശ്വനും ഉത്തരഗോപുരത്തൂടെ പുറപ്പെട്ടു ശസ്ത്രങ്ങൾ തൂകിത്തുടങ്ങിനാരേറ്റവും. ദുർനിമിത്തങ്ങളുണ്ടായതനാദരിച്ചുന്നതനായ നിശാചരനായകൻ ഗോപുരവാതിൽ പുറപ്പെട്ടു നിന്നിതു ചാബലമെന്നിയേ വാനരവീരരും. രാക്ഷസരോടെതിർത്താരതു കണ്ടേറ്റം ഊക്കോടടുത്തു നിശാചരവീരരും. രാക്ഷസരോടെതിർത്താരതു കണ്ടേറ്റം ഊക്കോടടുത്തു നിശാചരവീരരും. രാക്ഷസരോടെതിർത്താരതു കണ്ടേറ്റം ഊക്കോടടുത്തു നിശാചരവീരരും. സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിൽ ഉഗ്രമാം വണ്ണം പൊരുതാരതു നേരം. വാഹനമാകിയ വാരണവീരനെ സാഹസം കൈക്കൊണ്ടു വാനരരാജനും കൊന്നതു കണ്ടു വിരൂപ വിലോചനൻ. ചെന്നിതു വാളും പരിചയും കൈക്കൊണ്ടു കുന്നുകൊണ്ടൊന്നെറിഞ്ഞാൻ കബീരാജനും. നന്നായിതെന്നു വിരൂപാക്ഷനുമഥ വെട്ടിനാൻ വാനര നായക വക്ഷസി പുഷ്ടകോപത്തോടു മർക്കടരാജനും. നെറ്റിമേലൊന്നടിച്ചാനതു കൊണ്ടവൻ തെറ്റെന്നു കാലപുരം പൊക്കുമേവിനാൻ. തേരിലേറിക്കൊണ്ടടുത്താൻ മഹോദരൻ തേരും തകർത്തു സുഗ്രീവനവനെയും. മൃത്യുപുരത്തിനയച്ചതു കണ്ടതി ക്രുദ്ധനായി വന്നടുത്താൻ മഹാപാർശ്വനും. അംഗദൻ കൊന്നാനവനെയും അന്നേരം പൊങ്ങും മിഴികളോടാശരാധീശനും. ഓർമ്മതത്തോടുമടുത്തു കവികളെ താമശാസ്ത്രം കൊണ്ടു വീഴ്ത്തിനാനൂഴിയിൽ. രാമനുമൈന്ദ്രാസ്ത്രമെയ്തു തടുത്തിതു താമശാസ്ത്രത്തെയും അപ്പോൾ ദശാനനൻ. ആസുരമസ്ത്രമെയ്താനതു വന്നളവാതുരന്മാരായിദാശു കവികളും. വാരണസൂകര കുക്കുട ക്രോഷ്ടുക സാരമേയോരക സൈരിഭവായസ. വാനരസിംഹരുരു മൃഗ കങ്കഗൃദ്ധാനനമായി വരുമാസുരാസ്ത്രാത്മകം. മുൽഗര പട്ടസ ശക്തി പരശ്വത ഖഡ്ഗശൂലപ്രാസബാണായുധങ്ങളും. രൂക്ഷമായി വന്നു പരന്നതു കണ്ടളവാഗ്നേയമസ്ത്രമേതാൻ മനുവീരനും. ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളും ആദിത്യനഗ്നി എന്നിത്തരം ജ്യോതിർമയങ്ങളായി ചെന്നു നിറഞ്ഞളവാസുരമസ്ത്രവും പോയി മറഞ്ഞു ബലാൽ. അപ്പോൾ മയൻ കൊടുത്തോരു ദിവ്യാസ്ത്രമെയ്തേൽപ്പതരായുധം കാണായിതന്തികേ. ഗാന്ധർവമസ്ത്രം പ്രയോഗിച്ചതിനെയും
ശാന്തമാക്കിയിടിനാൻ മാനവവീരനും സൗര്യാസ്ത്രമേതാണ്ട ശാനനന്നേരം ധൈര്യേണ രാഘവൻ പ്രത്യസ്ത്രമേതതും ഖണ്ഡിച്ച നേരമാ ഖണ്ഡല വൈരിയും ചണ്ഡകരാംശു സമങ്ങളാം ബാണങ്ങൾ 10 കൊണ്ടെയ്തു മർമ്മങ്ങൾ ഭേദിച്ചളവുത്തമ പുരുഷനാകിയ രാഘവൻ 100 ശരങ്ങളെയ്താനതു കൊണ്ടുടൽ കീറി മുറിഞ്ഞിതു നക്തഞ്ചരേന്ദ്രനും ലക്ഷ്മണനേഴു ശരങ്ങളാലു കോടു തൽക്ഷണേ കേതു ഖണ്ഡിച്ചു വീഴ്ത്തിയിടിനാൻ 5 ശരമെയ്തു സൂതനെയും കൊന്നു ചഞ്ചലഹീനം മുറിച്ചിതു ചാപവും അശ്വങ്ങളെ ഗദ കൊണ്ടു വിഭീഷണൻ തച്ചു കൊന്നാനതു നേരൻ ദശാനനൻ ഭൂതലെ ചാടി വീണാശുവേൽ കൊണ്ടതിക്രോധാൽ വിഭീഷണനെ പ്രയോഗിച്ചിതു ബാണങ്ങൾ 3 കൊണ്ടെയ്തു മുറിച്ചിതു വീണിതു 3 നുറുങ്ങി മഹീതലേ അപ്പോൾ വിഭീഷണനെ കൊല്ലുമാറവൻ കൽപ്പിച്ചു മുന്നമ്മയൻ കൊടുത്തോരു വേൽ കൈക്കൊണ്ടു ചാട്ടുവാനോങ്ങിയ നേരത്തു ലക്ഷ്മണൻ മുൽപുക്കു ബാണങ്ങളെയ്തിതു നക്തഞ്ചരാധിപൻ തന്നുടലൊക്കവേ രക്തമണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിനാൻ ലക്ഷ്മണൻ തന്നോടു നന്നു നീ എത്രയും രക്ഷിച്ചവാറു വിഭീഷണനെ തഥാ രക്ഷിക്കിൽ നന്നു നിന്നെ പുനരെന്നുടെ ശക്തി വരുന്നതു കണ്ടാലും ഇന്നൊരു ശക്തനാകിൽ ഭവാൻ ഖണ്ഡിക്കവേലിതും എന്നു പറഞ്ഞു വേഗേന ചാടിയിടിനാൻ ചെന്നു തറച്ചിതു മാറത്തു ശക്തിയും അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞുടൻ വിത്രസ്തനായി തത്ര വീണു കുമാരനും വേൽക്കൊണ്ടു ലക്ഷ്മണൻ വീണതു കണ്ടുള്ളിൽ മാൽക്കൊണ്ടു രാമനും നിന്നു വിഷണ്ണനായി ശക്തി പറിപ്പതിനാക്കും കവികൾക്കു ശക്തി പോരാഞ്ഞു രഘുകുല നായകൻ തൃക്കൈകൾ കൊണ്ടു പിടിച്ചു പറിച്ചുടൻ ഉൾക്കോപമോടു മുറിച്ചെറിഞ്ഞിടിനാൻ മിത്രതനയ സുഷേണ ജഗൽ പ്രാണപുത്രാദികളോടരുൾ ചെയ്തിതാദരാൽ ലക്ഷ്മണൻ തന്നുടെ ചുറ്റുമിരുന്നിനി രക്ഷിച്ചു കൊൾവിൻ വിഷാദിക്കരുതേതും ദുഃഖ സമയമല്ലിപ്പോൾ ഉഴറ്റോടു രക്ഷോഭരനെ വധിക്കുന്നതുണ്ടു ഞാൻ കല്യാണമുൾക്കൊണ്ടു കണ്ടുകൊൾവിൻ നിങ്ങൾ എല്ലാവരും ഇന്നു മൽക്കര കൗശലം ശക്രാത്മജനെ വധിച്ചതും വേഗത്തിൽ അർക്കാത്മജാതികളോടും ഒരുമിച്ചു വാരിധിയിൽ ചിറ കെട്ടിക്കടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണ നിഗ്രഹ സാധ്യമായിട്ടവൻ കേവലമിപ്പോൾ അഭിമുഖനായിതു രാവണനും ബദ രാഘവനും കൂടി മേവുക ഭൂമിയിലെന്നുള്ളതല്ലിനി രാത്രിഞ്ചരേന്ദ്രനെ കൊല്ലുവൻ നിർണയം മാർത്താണ്ഡ വംശത്തിലുള്ളവനാകിൽ ഞാൻ സപ്തദ്വീപങ്ങളും സപ്താംബുധികളും സപ്താചലങ്ങളും സൂര്യചന്ദ്രന്മാരും ആകാശഭൂമികൾ എന്നിവയുള്ള നാൾ പോകാതെ കീർത്തി വർദ്ധിക്കും പരിജു ഞാൻ ആയോധനെ ദശകണ്ഠനെ കൊൽവനോരായുധപാണി എന്നാ
സംശയം. ദേവാസുരോരഗചാരണ താപസരേവരും കണ്ടറിയേണം മമ ബലം. ഇത്തമരുൾ ചെയ്തു നക്തഞ്ചരേന്ദ്രനോടസ്ത്രങ്ങളെയ്തു യുദ്ധം തുടങ്ങിയിടിനാൻ. തത്സമം ബാണം നിശാചരാധീശനും ഉത്സാഹം ഉൾക്കൊണ്ടു തൂകിത്തുടങ്ങിനാൻ. രാഘവ രാവണന്മാർ തമ്മിലങ്ങനെ മേഘങ്ങൾ മാറി ചൊരിയുന്നതുപോലെ ബാണഗണം പൊഴിച്ചിടുന്നതു നേരം ഞാണൊലി കൊണ്ടു മുഴങ്ങി ജഗത്രയം. സോദരൻ വീണു കിടക്കുന്നതോർത്തുള്ളിൽ ആധി മുഴുത്തു രഘുകുലനായകൻ. താരയിൽ താതനോടേവമരുൾ ചെയ്തു, ധീരതയില്ല യുദ്ധത്തിനേതും മമ. ഭൂതലേ വാഴ്കയിൽ നല്ലതെനിക്കിനി ഭ്രാതാവു തന്നോടു കൂടെ മരിപ്പതും. വിൽപ്പിടിയും മുറുകുന്നതില്ലേതുമേ കേൾപ്പുമില്ലാതെ ചമഞ്ഞു നമുക്കിഹ. നിൽപ്പാനുമേതു മരുതു മനസ്സിനും വിഭ്രമമേറി വരുന്നിതു മേൽക്കുമേൽ. ദുഷ്ടനെ കൊൽവാനുപായവും കണ്ടില്ല, നഷ്ടമായി വന്നിതു മാനവും മാനസേ. ഏവമരുൾ ചെയ്ത നേരം സുഷേണനും ദേവദേവൻ തന്നോടാശു ചൊല്ലിടിനാൻ. ദേഹത്തിനേതും നിറം പകർന്നീലൊരു മോഹമത്രേ കുമാരൻ, മോഹമത്രേ കുമാരൻ എന്നു നിർണയം. വക്രനേത്രങ്ങൾക്കുമേതും വികാരമില്ലത്തൽ തീർന്നിപ്പോൾ ഉണരുമവരജൻ എന്നുണർത്തിച്ച നീലാത്മജൻ തന്നോടു പിന്നെ നിരൂപിച്ചു ചൊന്നാൻ സുഷേണനും. മുന്നേ കണക്കെ വിശല്യകരണിയാകുന്ന മരുന്നിനു കൊണ്ടുവന്നിടുക എന്നളവേ ഹനുമാനും വിരവോടു ചെന്നു മരുന്നതും കൊണ്ടുവന്നിടിനാൻ. നസ്യവും ചെയ്തു സുഷേണൻ കുമാരനാലസ്യവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ. പിന്നെയും ഔഷധ ശൈലം കബീവരൻ മുന്നമിരുന്ന വണ്ണം തന്നെയാക്കിനാൻ. മന്നവൻ തന്നെ വണങ്ങിനാൻ തമ്പിയും നന്നായി മുറുകെ പുണർന്നിതു രാമനും. നിന്നുടെ പാരവശ്യം കാങ്ക കാരണം എന്നുടെ ധൈര്യവും പോയിതു മാനസേ. എന്നതു കേട്ടുര ചെയ്തു കുമാരനും ഒന്നു തിരുമനസ്സിങ്കലുണ്ടാകണം. സത്യന്തബോധനന്മാരോടു ചെയ്തതും മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. ത്രൈലോക്യ കണ്ടകനാമിവനെ കൊന്നു പാലിച്ചു കൊൾക ജഗത്രയം വൈകാതെ. ലക്ഷ്മണൻ ചൊന്നതു കേട്ടു രഘുത്തമൻ രക്ഷോവരനോട് തീർത്താനതിദ്രുതം. തേരുമൊരുമിച്ചു വന്നു ദശാസ്യനും പോരിനു രാഘവനോടെതിർത്തിടിനാൻ. പാരിൽ നിന്നിക്ഷ്വാകു വംശതിലകനും തേരിൽ നിന്നാശരവംശതിലകനും. പോരതി ഘോരമായി ചെയ്തൊരു നേരത്തു പാരമിളപ്പം രഘുത്തമനുണ്ടെന്നു നാരദനാദികൾ ചൊന്നതു കേൾക്കയാൽ പാരം വളർന്നൊരു സംഭ്രമത്തോടുടൻ. ഇന്ദ്രനും മാതലിയോടു ചൊന്നാൻ മമ സ്യന്തനം കൊണ്ട കൊടുക്ക നീ വൈകാതെ. ശ്രീരാഘവന്നു ഹിതം വരുമാറു നീ തേരും തെളിച്ചു കൊടുക്ക മടിയാതെ.
മാതലി താനതു കേട്ടുടൻ തേരുമായി ഭൂതലം തന്നിലിഴിഞ്ഞു ചൊല്ലിടിനാൻ, രാവണനോടു സമരത്തിനിന്നു ഞാൻ ദേവേന്ദ്ര ശാസനയാവിട കൊണ്ടിതു. തേരതിലാശു കരേറുക പോരിനായി മാരുത തുല്യവേഗേന നടത്തുവൻ എന്നതു കേട്ടു രഥത്തെയും വന്ദിച്ചു മന്നവൻ തേരിലാം മാറു കരേറിനാൻ. തന്നോടു തുല്യനായി രാഘവനെ കണ്ടു വിണ്ണിലാം മാറുന്നു നോക്കി ദശാനനൻ, പേമഴ പോലെ ശരങ്ങ തൂകിടിനാൻ രാമനും ഗാന്ധർവമസ്ത്രമെയ്തിടിനാൻ. രാക്ഷസമസ്ത്രം പ്രയോഗിച്ചതു നേരം രാക്ഷസരാജനും രൂക്ഷമായത്രയും, ക്രൂരനാഗങ്ങളാമസ്ത്രത്തെ മാറ്റുവാൻ ഗാരുഡമസ്ത്രമെയ്തു രഘുനാഥനും. മാതലിമേലും ദശാനനൻ ബാണങ്ങൾ എയ്തു കൊടിയും മുറിച്ചു കളഞ്ഞിതു, വാജികൾക്കും ശരമേറ്റമേറ്റു പുനരാജിയും ഘോരമായി വന്നു രഘുവരൻ. കൈകാൽ തളർന്നു തേർത്തട്ടിൽ നിൽക്കും വിധൗ കൈകസി നന്ദനായ വിഭീഷണൻ, ശോകാതിരേകം കലർന്നു നിന്നിടിനാൻ ലോകരുമേറ്റം വിഷാദം കലർന്നിതു. കാലപ്പുരത്തിനയപ്പനിയെന്നു ശൂലം പ്രയോഗിച്ചിതാശരാധീശനും, അസ്ത്രങ്ങൾ കൊണ്ടു തടപൊറാഞ്ഞോർത്തുടൻ വൃത്രാരി തന്നുടെ തേരിലിരുന്നൊരു ശക്തിയെടുത്തയച്ചു രഘുനാഥനും. 10 നുറുങ്ങി വീണു തത്ര ശൂലവും, നക്തഞ്ചരേന്ദ്രനുടെ തുരകങ്ങളെ ശസ്ത്രങ്ങൾ കൊണ്ടു മുറിച്ചിതു രാഘവൻ. സാരഥി തേരും തിരിച്ചടിച്ചാർത്ഥനായി പോരിലൊഴിച്ചു നിർത്തിയിടിനാനന്നേരം, ആലസ്യമൊട്ടകന്നൊരു നേരം തത്ര പൗലസ്ത്യനും സൂതനോടു ചൊല്ലിടിനാൻ, എന്തിനായി കൊണ്ടു നീ പിന്തിരിഞ്ഞു ബലാൽ, അന്ധനായി ഞാനെത്ര ദുർബലനാകയോ, കൂടലരോടെതിർത്താൽ ഞാനൊരുത്തനോടോടിയൊളിച്ചവാറെന്നു കണ്ടു ഭവാൻ. നീയല്ല സൂതനെനിക്കിനി രാമനു, നീയതി ബാന്ധവനെന്നറിഞ്ഞേനഹം. ഇത്തം നിശാചരാധീശൻ പറഞ്ഞതിനുത്തരം സാരഥി സത്വരം ചൊല്ലിനാൻ. രാമനെ സ്നേഹമുണ്ടായിട്ടുമല്ല മൽസ്വാമിയെ ദ്വേഷമുണ്ടായിട്ടുമല്ലമേ, രാമനോടേറ്റു പൊരുതു നിൽക്കും നേരം ആമയം പൂണ്ടു തളർന്നതു കണ്ടു ഞാൻ. സ്നേഹം ഭവാനെ കുറിച്ചേറ്റമാകയാൽ മോഹമകലുവോളം പോർക്കളം വിട്ടു, ദൂരെ നിന്നാലസ്യമെല്ലാം കളഞ്ഞിനി പോരിനടുക്കണമെന്നു കൽപ്പിച്ചത്രേ. സാരഥി താനറിയേണം മഹാരഥന്മാരുടെ സാധവും വാജികൾ സാധവും, വൈരികൾക്കുള്ള ജയാജയകാലവും പോരിൽ നിമ്നോന്നത ദേശവിശേഷവും. എല്ലാം അറിഞ്ഞു രഥം നടത്തുന്നവൻ അല്ലോ നിപുണനായുള്ള സൂതൻ പ്രഭോ, എന്നതു കേട്ടു തെളിഞ്ഞ ധാരാവണനൊന്നു പുണർന്നൊരു കൈവളയും കൊടുത്തിന്നിനി തേരടുത്താശു കൂട്ടിയിടുക പിന്നോക്കമില്ലിനി ഒന്നു കൊണ്ടുമെടോ, ഇന്നോടു നാളെയോടൊന്നു തിരിഞ്ഞിടും മന്നവനോടുള്ള പോരെന്നറിയുക നീ.
സൂതനും തേരതി വേഗേന പൂട്ടിനാൻ. ക്രോധം മുഴുത്തങ്ങടുത്തിതു രാമനും തങ്ങളിലേറ്റാമണഞ്ഞു പൊരുതളവങ്ങുമിങ്ങും നിറയുന്നു ശരങ്ങളാൽ. കർക്കിടകം 30-ാം ദിവസം സമാപ്തം. നമസ്തേ.